ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഹരേ ഗുരുവായൂരപ്പ ശരണം ശരണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കേൾക്കേണവിനിക്കിനി പാപനാശനങ്ങളാം ചൊൽക്കൊണ്ട വ്രതദാന കർമ്മഭേദങ്ങളെല്ലാം കേൾക്കേണമെങ്കിൽ പുരാരമയോടംബുജാക്ഷൻ വാട്ടമെന്നിയെ അരുൾ ചെയ്തു കേട്ടതു ചൊല്ലാം. ശ്രാവണേ ശുക്ലദ്വിതീയാദിയായി തുടങ്ങേണം ഹവിസ്സു തന്നെ ഭുജിച്ചിടാവോ സംവത്സരം. ചതുർമാസാന്തരെ പാരണ വേണമപ്പോൾ ചതുർത്ഥം കറികളും കൂടെ നേദിച്ചിടണം. അച്യുതനെയും പിന്നെ ശ്രീ ഭഗവതിയെയും അർച്ചനബിംബം രണ്ടും വേറെ നിർമ്മിക്ക വേണം. സുവർണബിംബം മുഖ്യം, വെള്ളിയെങ്കിലും കൊള്ളാം. സുവർണാംബരാഭരണാദികൾ ബഹുവിധം, ശുക്ലപുഷ്പങ്ങൾ കൊണ്ടും സുഗന്ധാദികൾ കൊണ്ടും ഭക്തവത്സലന്മാരെ പൂജിക്ക ദിനം പ്രതി. ദ്വാദശ വിപ്രന്മാരെ കുടുംബത്തോടും ഭക്ത്യാ പാദക്ഷാളനം ചെയ്തു പൂജിപ്പിക്കയും വേണം. ദക്ഷിണ യഥാശക്തി സംയത ദാനം ചെയ്തു ലക്ഷ്മീശ്വരിവരെന്നും നിശ്ചയിക്കയും വേണം. ആവോളം അലങ്കാരത്തോടും പൂജിക്ക യഥാ ദേവീ ദേവന്മാരെയും ഭൂമിദേവന്മാരെയും. ശയ്യാദാനവും മുഖ്യ വസ്ത്രാം താമ്പൂലദാനം ചെയ്യണം. മറ്റും പല സുഖദാനങ്ങൾ നന്നായി മാർഗശീർഷാദിമാസം നാലുമീ വണ്ണം തന്നെ രുക്മിണീ കൃഷ്ണന്മാരെന്നോർത്തു സേവിച്ചിടേണം. രക്തവർണമായി തന്നെ ധ്യാനം മാധവം. അപ്പോൾ രക്തവർണ്ണങ്ങളായ പുഷ്പങ്ങളർച്ചിക്കണം. ചൈത്രാദിമാസം നാലും വരാഹമൂർത്തി തന്നെ നാത്രിയാകിയ ദേവി തന്നോടും കൂടി നിത്യം ആഷാഢമാസേ ദ്വിതീയ ദിനെ സമർപ്പിക്ക. ദോഷനാശന വ്രതഭേദങ്ങൾ ധരിക്ക നീ. മുമ്പിനാൽ ചൊല്ലിടിന പാരണദിനെ ഹോമം പേറുമഷ്ടാക്ഷര മന്ത്രേണ ചെയ്തിടേണം. വിഷ്ണു ഗായത്രി കൊണ്ടു പിന്നെയും മൂന്നാമതു വിഷ്ണു സേവയാ പുരുഷോത്തമ മന്ത്രം കൊണ്ടും പായസം പഞ്ചാമൃതം ഹൃദപാചിതാപവം പേയഭക്ഷ്യങ്ങൾ മറ്റും സാദരം നിവേദിക്കാം. താമ്രനിർമ്മിത ബിംബം ലക്ഷ്മീ കേശവന്മാർക്കു രുക്മിണീ കൃഷ്ണന്മാർക്കു കാഞ്ചനം കൊണ്ടുവേണം. വസുധാവരാഹമൂർത്തികൾക്ക് വെള്ളി തന്നാൽ വസുധാദിവ ബിംബമിങ്ങിനെ ധരിച്ചാലും ദാനഭോജന ബഹുലേപന ഗന്ധങ്ങളാൽ മാനസപ്രീതിക്കലംഭാവം ഭൂദേവന്മാർക്കു വരുത്തി നിർമാല്യത്തെ ഭുജിച്ചു താനും പിന്നെ ധരിത്രീപദേ സന്ധ്യാവന്ദനം ചെയ്തു ശീഘ്രം ശുദ്ധമായി വിരിച്ചോരു ശയ്യയിൽ ബിംബങ്ങളെ പ്രസ്താപിച്ചനന്തരം യജിക്ക വിധിപൂർവം. കാംസ്യഭാജനെ നിറച്ചപ്പവും നിവേദിച്ചു ചിൽ സ്വരൂപികളാകും മൂർത്തികളിരുവർക്കും സുഗന്ധികര ചൂർണ വീടികാപുകങ്ങളും സകലം നിവേദിച്ചു ദീപങ്ങൾ തെളിയിച്ചു സ്തുതിച്ചു തിരുനാമ കീർത്തനം ചെയ്തുകൊണ്ടും ഭജിക്ക ദേവന്മാരെ വത്സരമേവമെന്നാൽ നിനച്ചതെല്ലാം സാധിച്ചിരുന്നു. ചിരംഭൂമവും സുഖിച്ചു വൈകുണ്ഠത്തിലിരിക്കാം അവർക്കെന്നാൽ. ശ്രുതദേവന്റെ വാക്യമിങ്ങനെ കേട്ട നേരം മതിമാനായ മിഥിലാധിപൻ ചോദ്യം ചെയ്താൻ. ഛത്രദാനത്തിൻ ഫലം അരുൾ ചെയ്യണമെനിക്കെത്രയും മോഹമതു ധരിപ്പാനകതാരിൽ
അതു കേട്ടരുൾ ചെയ്തു ശ്രുതദേവനും. അവ മധുനാ കേൾക്ക പറഞ്ഞിടുവാൻ ചുരുക്കി ഞാൻ. അധ്യായം 10 ചൊന്നേനിനിയും കേൾക്ക പുരാ ശുദ്ധിയേറിയിടും കൃതയുഗമാം കാലത്തിങ്കൽ. ഇതി വൈശാഖമാഹാത്മ്യേ ദശമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.